വകാന ബിനു അബി മുലൈക്കത്ത് മഹാൻ യഖൂലു പറയുമായിരുന്നു. എന്താ പറയുന്നത്? ലമ്മ ഖുബിദൽ ഖലീലു അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ പിടിക്കപ്പെടുമ്പോൾ റആഹു ബഅദു വലദിഹി, ചില കുട്ടികൾ മഹാനവറുകളെ കണ്ടിട്ട് വഖാല, കുട്ടി പറയുന്നു, യാ അബതി, എന്റെ പിതാവേ, കൈഫ വജത്തൽ മൗത, മരണത്തെ നിങ്ങൾ എങ്ങനെ എത്തിച്ചു എന്ന് തന്റെ പിതാവിനോട് ആ കുട്ടി ചോദിക്കുമ്പോൾ ആ കുട്ടിയോട് മഹാനായ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക. ഫഖാല ഇബ്രാഹിം അലൈഹിസ്സലാം വജത്തു നഫ്സി കഅന്നഹാ തുൻസഉ ബിസലാസിലി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കുട്ടിയോട് പറയുന്നു, മോനെ, എന്റെ ആത്മാവിനെ പിടിക്കുമ്പോൾ എന്റെ ശരീരത്തെ ഞാൻ എത്തിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചങ്ങലയിട്ടുകൊണ്ട് എങ്ങനെയാണോ ആ ശരീരത്തെ വലിച്ചു മുറുക്കി എടുക്കുക അതുപോലെയുണ്ട്, അത്രത്തോളം വേദനയുണ്ട് എന്നർത്ഥം. വഖദ് സഅലനി റബ്ബി അൻ ദാലിക, എന്നിട്ട് എന്റെ റബ്ബ് എന്നോട് ആ മരണത്തെ കുറിച്ച് ചോദിച്ചപ്പോ അജബ്തുഹു ബിഹാദാ, നിന്നോട് ഞാൻ പറഞ്ഞ ഇതേ വാക്കുകൊണ്ട് തന്നെ എന്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു. പ്രവാചകനല്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് ഇങ്ങനെ പറയുമ്പോൾ അല്ലാഹു തആല, അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, അമാ അന്ന ഖദ് ഹവ്വന്നാഹു അലൈക എന്നാ പറഞ്ഞത്. ഇബ്രാഹിമേ, താങ്കൾ എന്റെ ഖലീലല്ലേ, അങ്ങയുടെ ആത്മാവിനെ ഞാൻ പിടിച്ചത് വളരെ ലളിതമായി, വളരെ വേദന കുറച്ച് നിസാരമാക്കിക്കൊണ്ടാണല്ലോ അങ്ങയുടെ മേലെ ആത്മാവിനെ ഞാൻ പിടിച്ചത് എന്നന്ന് പറഞ്ഞു. അപ്പൊ ആലോചിച്ച് നോക്കിയും, പ്രവാചകരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ ആത്മാവിനെ പിടിച്ചത് വളരെ ലളിതമായിട്ടാ. ആ വളരെ ലളിതമായി പിടിക്കുന്ന സമയത്ത് പോലും അവര് മരണവേദന ഇങ്ങനെ പറഞ്ഞെങ്കിൽ പടച്ചവനെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിക്കേണ്ടതിന് അല്ലാഹ് കാക്കട്ടെ. അതുകൊണ്ട് തന്നെയല്ലേ ഹബീബ നബി തങ്ങൾ പറഞ്ഞത് അസ്രായിലിനോട്, അസ്രായിലെ മരണത്തിന് വല്ലാത്ത വേദനയുണ്ടല്ലോ. അപ്പൊ അസ്രായിൽ എന്ത് പറഞ്ഞു? നബിയെ, അങ്ങയുടെ ആത്മാവിനെ വളരെ ലളിതമായി വേദന ഇല്ലാതെയാണ് പിടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, മരണത്തിന് ഇത്ര വല്ല വേദനയുണ്ടെങ്കിൽ എന്റെ സമുദായം എത്ര കണ്ട് വേദനിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആ വേദന മുഴുവനും എനിക്ക് തന്നുകൊണ്ട് എന്റെ ആത്മാവിനെ പിടിക്കൂ എന്ന് നേതാവായ ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ അവരൊക്കെ മരണത്തിന്റെ വേദന അനുഭവിച്ചത് സമുദായത്തിനെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുമായിരുന്നു, ലമ്മാ ജാഅ മലക്കുൽ മൗതി ഇലാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ലിയഖ്ബല റൂഹഹു, മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ പിടിക്കുവാൻ വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ചെന്നപ്പോ ഖാല യാ മൂസ അശരിബ്ത ഖംറൻ അൽ യൗമ എന്നാ ചോദിച്ചത്. മൂസേ, താങ്കൾ ഇന്ന് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. വഖാല, അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി, സുബ്ഹാനല്ലാഹ് ഇന്നി സായിമുൻ. എന്താ അസ്റായീലേ, നിങ്ങൾ അങ്ങനെ ചോദിക്കും, ഞാൻ ഇന്ന് നോമ്പുകാരനാണല്ലോ. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഫസ്തൻകഹു, അങ്ങനെ മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വായെന്ന് മണത്ത് നോക്കി അസ്റായീൽ. വഖബല റൂഹഹു ഫീ നുക്തിഹി, അപ്പോൾ മഹാൻ അവർ നോമ്പ് നോറ്റ ആ വായ അതേ അവസ്ഥയിൽ തന്നെ ആത്മാവിനെ പിടിക്കുകയും ചെയ്തു. ഇങ്ങനെ നോമ്പുകാരനായിക്കൊണ്ടാണ് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ആത്മാവിനെ പിടിച്ചത് എന്ന് പറയുമ്പോൾ ഫഖീൽ ലഹു ബഅദ മൗതിഹി, മഹാനവറുകൾ വഫാത്തായ ശേഷം മഹാനോട് ചോദിക്കപ്പെടുകയാണ്, കൈഫ വജത്തൽ മൗത യാ മൂസ, മൂസേ, എങ്ങനെയാണ് താങ്കൾ മരണത്തിന്റെ രുചിച്ചത്, എങ്ങനെയുണ്ട് അനുഭവം എന്ന് ചോദിച്ചു. ഫഖാല, മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞത്, കശാത്തിൻ യുസ്റഹു ജിൽദുഹാ വഹിയ ഹയ്യത്തുൻ, ജീവനുള്ള ഒരാട്, ജീവനുണ്ടായിരിക്കെ ആ ജീവിതത്തിൽ ഇരിക്കുന്ന സമയത്ത് ആടിന്റെ തൊലി ഉരിച്ചാൽ എങ്ങനെ ഉണ്ടാകും ആടിന്റെ വേദന, അതുപോലെയാണ് മരണം ഞാൻ അനുഭവിച്ചത്, അതിന്റെ വേദന എന്ന് മൂസ നബി അലൈഹിസ്സലാം പറയുന്നു. അപ്പൊ ഈ കഥകളെല്ലാം ഇസ്രായേലിയ കഥകളാണ്, റസൂലുള്ള പറഞ്ഞു തരാൻ അനുമതിയുള്ള കഥകളാണ്. ഇത് വാസ്തവമാക്കണമെന്നും കളവാക്കണമെന്നും നമുക്കില്ല, നമുക്ക് കേട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരണത്തിൻ്റെത്.
എന്നാ റബീഉ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹുവിന്റെ മൊഴി എന്തായിരുന്നു? തമന്നുൽ മൗത്ത് ഫി ഹാദിഹി ദാരി, ഈ വീട്ടിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മരണത്തെ കൊതിക്കുന്നു. ജഹ്ദുകും ഖബല അൻ തസീറു ഇലാ ദാരിൻ തതമന്നൂനൽ മൗത്ത് ഫീഹാ ഫലാ തജാബൂന യഅനിൻ നാറ. മഹാൻ പറയുകയാണ്, നിങ്ങൾ ഒരു വീട്ടിലേക്ക് അണയും, ആ വീട്ടിലേക്ക് നിങ്ങൾ അണയും, ചെന്നിട്ട് ആ വീട്ടിൽ വെച്ച് മരിക്കാൻ നിങ്ങൾ കൊതിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ വരാനിരിക്കുന്നുണ്ട്, ശിക്ഷയാണ് പറയണത്. അതിനുമുമ്പ് തന്നെ നിങ്ങൾ വളരെ കഠിനാധ്വാനങ്ങൾ ചെയ്യുക. കാരണം എന്താന്ന് ചോദിച്ചാൽ, നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ നരകത്തിലേക്കാണ് എങ്കിൽ ആ നരകത്തോട് മത്സരിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ശരിക്കും ഓർത്ത് ജീവിച്ചോളി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഓരോരുത്തരും ഓരോ അനുഭവങ്ങളാണ്, അവർക്ക് ജീവിച്ച രീതിയാണ് മരണത്തെ ഓർത്ത്. അവർ കഥയാണ് നമ്മളെ മുന്നിൽ വെക്കുന്നത്. മഹാനായ ഇബ്നു സീരീന തങ്ങള് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോ ശിഷ്യന്മാരോ ആരെങ്കിലും മരണത്തെ കുറിച്ച് പറഞ്ഞാലെന്താ അവസ്ഥ? മഹാനവരിൽ നിന്ന് ഓരോ ചലനങ്ങളും ഇല്ലാതെയാവുകയാണ്, ഓരോ അവയവം മരിച്ചു പോവുകയാണെന്ന്. അത്രത്തോളം പേടിയും ഭയം അവർക്ക് മരണത്തെ കുറിച്ചുണ്ടായിരുന്നു എന്നാണ്. കാരണം എന്താ? മരണശേഷമല്ലേ ജീവിതം തുടങ്ങുന്നത്, മരിച്ച തീരുന്നില്ലല്ലോ, ആ ഒരു പേടിയാണ്. മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്ത്? ലമ്മാ അഹ്യാ ഈസ ബിൻ മറിയം സാമ ബിൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനാണല്ലോ സാമ്. ആ സാമിന് ജീവൻ നൽകുവാൻ വേണ്ടി അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം മഹാനായ ഈസ നബി അലൈഹിസ്സലാം ആ ജീവൻ നൽകുകയാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്ന കഴിവ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഏതാ സാമ ബിൻ നൂഹിനെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ജീവിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ എത്രയോ കാലവർഷമുണ്ട്. അങ്ങനെ സാമിനോട് ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, നീ എത്ര കാലമായി മരിച്ചിട്ട് സാമേ എന്ന് ചോദിക്കുമ്പോൾ സാമ പറയുന്നു, 4000 വർഷമായി, 4000 വർഷം തികഞ്ഞു ഞാൻ മരിച്ചിട്ട് എന്ന് ഈസാ നബിയോട് സാമ പറയുന്നു. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, കൈഫ വജത്തൽ മൗത്ത്, 4000 വർഷം നീ മരിച്ചു കഴിഞ്ഞെങ്കിലും മരിക്കുന്ന സമയത്ത് നിന്റെ വേദന എങ്ങനെയാ? ആ മരണത്തെ നീ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? എങ്ങനെയാണ് അതിന്റെ അനുഭവം? സാമ പറയുന്നു, 4000 വർഷമായിട്ട് ഇന്നേക്ക് സമയം വരേക്കും അന്ന് ഞാൻ മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന വേദന, അന്നത്തെ ചൂട് അനുഭവം, ഇതൊന്നും ഇന്ന് എന്നിൽ നിന്ന് പോയിട്ടില്ല, ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മരണവേദന അന്നും ഉണ്ട്, എന്നും ഉണ്ടാവും. ഇത് കഴിയട്ടെ. മറ്റൊരു സൂഫി വനിതയാണല്ലോ ആര്? റാബിഅത്തുൽ അദവിയ്യ. ആ റാബിഅത്തുൽ അദവിയ്യയോട് ചോദിക്കപ്പെടുകയുണ്ടായി, അതുഹിബ്ബീനൽ മൗത റാബിഅ, താങ്കൾ മരണത്തെ കൊതിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. അപ്പോൾ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ലൗ ആതൈതു ആദമിയ്യൻ മാ അഹബബ്തു ലിഖാഉ ഖദിറൻ മിൻഹു ഫകൈഫ വഖദ് ആതൈതു റബ്ബി അസ്സ വജൽ. ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് ഞാൻ വല്ല എതിരും ചെയ്താൽ, തെറ്റ് ചെയ്താൽ ആ മനുഷ്യനെ കാണാൻ എനിക്ക് ഇഷ്ടമില്ല. എന്തുകൊണ്ട്? അവനെ ഭയന്നത് കൊണ്ട്. അവൻ എന്നെ പ്രതികാരം ചെയ്യുമല്ലോ, എന്നെ ശിക്ഷിക്കുമല്ലോ എന്ന് പേടി എനിക്കുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കെ പിന്നെ രാജാതിരാജനായ തമ്പുരാനാണ് എന്റെ റബ്ബ്. ആ റബ്ബിനോട് ഞാൻ എതിര് ചെയ്താൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? മരിച്ചു കഴിഞ്ഞാൽ ആ റബ്ബിനെ ഞാൻ എങ്ങനെ കാണും? എനിക്ക് പേടിയാ. അപ്പൊ ഇവരൊക്കെ മരണത്തെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാ? തെറ്റ് ചെയ്ത റബ്ബിനെ കണ്ട് പേടിച്ചിട്ടാണ്. കാരണം റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലണം. ആ റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഈ തെറ്റിന്റെ പ്രതികാരം റബ്ബ് ചെയ്യും. ആ ഒരു പേടി കൊണ്ട് അവരെ മരണത്തെ ഇഷ്ടപ്പെടാത്തത്. അല്ല, റബ്ബിനെ കാണാൻ മൂന്നില്ലായിട്ടല്ല. ആരാ ഇവരൊക്കെ? റാബിഅത്തുൽ അദവിയ്യ മഹദിയല്ലേ. ആ റാബിഅത്തുൽ അദവിയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ആ മഹദിയൊക്കെ അള്ളാനെ കാണാൻ വേണ്ടി ഇഷ്ടപ്പെട്ട മഹദിയ. ആ മഹദിയോട് ചോദിച്ചപ്പോ പറഞ്ഞ വാക്ക് ഇതാണ്. അവരൊക്കെ ചിന്തിക്കും തെറ്റിന്റെ കാര്യങ്ങൾ. നന്മ ചെയ്തിട്ടുണ്ട്, ആ നന്മ പറയല്ലോ, പടച്ചോണ്ട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ അതിലെ പേടിയാണ്.
സഅയ്യബിന് മുആദ് തങ്ങൾ കേട്ടു എന്ത് നായിഹത്തൻ ഒരു ശബ്ദം അട്ടഹാസം എവിടുന്ന് ഈദാർ റജുലിനുള്ള സമ്പത്തുള്ള കൂട്ടത്തിൽപ്പെട്ടവരവിടെ വീട്ടിൽ നിന്നാണ് ശബ്ദം. ഫഖാല എന്നിട്ട് മഹാൻ പറയുന്നു വൈകൽ മുഖ്തറീന ബിദ്ദുനിയാ ഈ പ്രപഞ്ചത്തിൽ ചതിയിലകപ്പെട്ടതായിരിക്കുന്ന ആൾക്കാരുടെ നാശമേ എത്രമാത്രം ഇല യസ്മഊന സയ്യത്തൽ ആഖിറതി ഈ ദുവരിഹും വലാ യന്തഹൂൻ അവരുടെ വീടുകളിൽ വെച്ച് ആഖിറത്തിന്റെ ശബ്ദം അവർ കേൾക്കുന്ന സമയം അതിനവർക്ക് അറ്റമാവാൻ കഴിയുകയില്ല. അതുവരെയും ഇതിന് വഞ്ചനയിൽ അകപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ നാശമേന്ന് പറഞ്ഞു. അതാണ് ആഹ്ലാദങ്ങളും അട്ടഹാസങ്ങളും കേട്ട് വഞ്ചിതരായി പിന്നാൽ ജീവിക്കേണ്ട ആഹ്റ ഓർത്തോളിയില്ല. എന്ന് പറയുന്ന ആൾ എപ്പോഴും മഹാൻ പറയുന്നു. എന്താ മഹാൻ പറഞ്ഞത്? ഒരു മനുഷ്യൻ മരണത്തെ ഓർക്കലിനെ അധികരിപ്പിച്ചാൽ 3 കാര്യങ്ങളെ കൊണ്ട് അവൻ ആദരിക്കപ്പെടുന്നതാണ്. ഏതാ 3 കാര്യം? ഒന്ന് തഅ്ജീരി തൗബ, ഒന്ന് തൗബയെ വേഗത്തിലാക്കണം, തെറ്റ് ചെയ്താൽ വേഗം മടങ്ങണം. 2 വഖനാഅത്തിൻ നഫ്സ്, ശരീരത്തിന് ഉള്ളത് കൊണ്ട് തിരുപ്പതിപ്പെടണം. 3 വന്നശാദി ബിൽ ഇബാദത്തി, ആരാധനയിൽ ഉന്മേഷം വേണം. മടി ഉണ്ടാവാൻ പാടില്ല, അലച്ച ഉണ്ടാവാൻ പാടില്ല. തോപ വേഗത്തിലാക്കാതെ പിന്തിപ്പിക്കാനും പാടില്ല. ഈ 3 കാര്യം ഒരു മനുഷ്യൻ അള്ളാഹു ആദരവ് നൽകിയവൻ അനുഗ്രഹിക്കുമെന്ന മരണത്തെ ഓർക്കലിനെങ്ങനെ അധികരിപ്പിച്ചാലും മനസ്സിലാവുമല്ലോ. മരണത്തെ ഓർക്കുന്നൊരു മനുഷ്യൻ തെറ്റ് ചെയ്യാൻ കഴിയണം. തെറ്റ് ചെയ്ത തോപയും ഉള്ളത് കൊണ്ട് നിർപ്പതിപ്പെടും, കുറെ കിട്ടണമെന്ന് ആഗ്രഹിക്കൂല. പിന്നുള്ളതെന്താ? ഇബാദത്ത് ഉന്മേഷവാനായി ചെയ്യും. നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോ അള്ളാഹ് ഇഷ്ടക്കാരനാണ് ഉദ്ദേശം ഉണ്ടാവും. അപ്പൊ അള്ളാഹനെ കാണുന്ന റൂട്ടുള്ള മരണവും. അപ്പൊ മരണത്തെ എങ്ങനെ ഓർക്കണം എന്നാ പറഞ്ഞത്. വഹബ് തങ്ങൾ പറയുന്നു ലമ്മാ മാത മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജാഅത്തിൽ മലായികത്തു ഫിസ് സമാവാതി. മൂസ നബി അലൈഹിസ്സലാം മരിക്കുമ്പോൾ ആകാശ ലോകത്ത് മലായികത്തുകൾ ഇങ്ങനെ വന്നു. മലക്കുകൾ ഇങ്ങനെ ഓരോരുത്തരും വരികയാണ്, അടിക്കടിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വരുന്നത് എങ്ങനെ? അവർക്കുള്ള കരങ്ങളൊക്കെ അവരിങ്ങനെ ദുഃഖസൂചകമായിക്കൊണ്ട് കവളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് മുഹമ്മൂലൂന അവര് പറയുകയാണ് മാത്ത മൂസ കലീമുല്ലാ എന്ന് പറഞ്ഞത്. അള്ളാഹു തആലാന്റെ കലീമായി സ്ഥാനം നൽകപ്പെട്ടതായിരിക്കുന്ന മൂസ മരിച്ചല്ലോ. അപ്പൊ പിന്നെ അയ്യുൽ ഖൽഖില്ലായമൂത്തു, മറ്റ് സൃഷ്ടികൾ എങ്ങനെ മരിക്കാതിരിക്കും? മറ്റ് സൃഷ്ടികളൊക്കെ മരിക്കുമല്ലോ, അത്ഭുതപ്പെടാനില്ല. മൂസ നബി അലൈഹിസ്സലാം മരിച്ചില്ലേ? മൂസാ നബി അള്ളാഹിന്റെ കലീമല്ലേ എന്ന് മലായികത്തു പോലും ദുഃഖസൂചകമായിക്കൊണ്ട് ഇറങ്ങി വന്ന് പറയുമ്പോൾ അവരൊക്കെ നോക്കും, മുഅ്മിനീങ്ങളായ ആള് മരിക്കും, മലായികത്തിന് പോലും സങ്കടമുണ്ട് എന്നാണല്ലോ. റളിയല്ലാഹു തആല അൻഹു, മഹാനായ ആര്? മഹാനായ മഹാൻ പറയുന്നു. ആരാണ് ഈ പറഞ്ഞ ആള്? ഹാമിദുല്ലഫല്ല, വഹബിൻ മുനബ്ബഹ്. വഹബിൻ മുനബ്ബഹ് യഖൂലു പറയുമായിരുന്നു എന്ത്? ലാ യമൂതു അബ്ദുൻ ഹത്താ യറൽ മലക്കൽ കാത്തിബൈ എന്നാണ്. ഒരടിമി മരിക്കൂല, അവന്റെ നന്മ തിന്മകൾ എഴുതി വെക്കുന്ന 2 മലക്കുകളുണ്ടല്ലോ, ആ 2 മലക്കിനെ കാണുന്നത് വരെ മരിക്കൂല, കണ്ടിട്ടേ മരിക്കുള്ളൂ. അപ്പൊ കാണുന്ന അർത്ഥം. എന്നിട്ട് പറയുന്നത് ഈ 2 മലക്കിനോട് നന്മയുമായിക്കൊണ്ടാണ് അവൻ അടുത്തു പോയതെങ്കിൽ, നന്മ ചെയ്തുകൊണ്ട് അവൻ കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിലോ എന്നാ പിന്നെന്തിന്റെ കാലാലുഹു ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യരോട് ഈ 2 മലായികത്ത് പറയുന്നു ജസാക്കല്ലാഹ് മിൻ സ്വാഇബി ഖൈർ, നന്മയുടെ മയായ അള്ളയല്ലേ ആ അള്ളാന്റെ അല മിൻ സ്വാഇബി ഖൈർ, ഈ നന്മ ചെയ്ത മനുഷ്യ താങ്കൾക്ക് അള്ളാഹു തആല നന്മ ചെയ്യട്ടെ, പ്രതിഫലം നൽകട്ടെ എന്ന് പറയും. അപ്പൊ അള്ളാഹ് താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ. എവിടുന്നാ കിട്ടേണ്ടത്? മിൻ സ്വാഇബി ഖൈർ, നന്മയുടെ ഉടമസ്ഥൻ അള്ളയല്ലേ, അവിടുന്ന് അള്ളാഹ് താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് മലായികത്ത് പറയും. അപ്പോ സഹവസിക്കുന്ന ആളാണ് നീ, വളരെ നല്ലവനായി എന്നൊക്കെ പറയും. നന്മയുടെ സദസ്സുകൾ നിന്റെ കൂടെ നീ ഞങ്ങളെ എത്ര സന്നിഹിതരാക്കിയിട്ടുണ്ട്.
ഒരുപാട് നന്മയുടെ സരസ്വതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനർത്ഥം എന്താ? മരിക്കുന്ന സമയത്ത് മലായിക്കത്ത് പോലും സന്തോഷം നൽകി വിടും എന്നർത്ഥം നല്ലവരാവുമ്പോ. ഈ നേരെ തിരിച്ച് പിന്നെയും പറയുന്നുണ്ട്, വക്കൽ സമംനാ മിൻക അർറവാഹിയ ത്വയ്യിബ ഹാല ത്വാഅത്തിക്കൽ ഖാലിസ. ആത്മാർത്ഥമായി നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധന കർമ്മങ്ങൾ ആ സന്ദർഭത്തിലെല്ലാം നല്ല സുഗന്ധവാസന നീ എത്രയോ ഞങ്ങൾ ശ്വസിച്ചിട്ടുണ്ട്. നീ പോവുകയാണ്. ഞാൻ നന്മകൾ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ സമാധാനിപ്പിച്ച് മരിപ്പിക്കുമ്പോഴായിക്കട്ടെ. വേണ്ടാത്ത കാര്യങ്ങളുമായി കൊണ്ടാണ് ഈ രണ്ട് മനുക്കുമായി കൂട്ട് കെട്ടിയെങ്കിൽ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും? എഴുതുമില്ല. പാലാലുഹു രണ്ട് മലായിക്കത്തുവിനോട് പറയുന്നു, ലാ ജസാകല്ലാഹു അന്നാ മിൻ സ്വാഹിബി ഖൈർ. നന്മയുടെ ഉടമസ്ഥനായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ ഭാഗത്തും ഞങ്ങളെ തൊട്ട് അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകാതിരിക്കട്ടെ, കേടായി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയുന്നു, ഒരുപാട് തെറ്റ് നീ ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിലെല്ലാം നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു, നീ അറിയുന്നുണ്ടോ? പകം സമംന മിൻകറോയത്തിൻ, എത്ര ദുർഗന്ധങ്ങളാണ് നിന്നെ ഞങ്ങൾ ശ്വസിക്കേണ്ടി വന്നത് എന്ന് ദുഷിച്ചതായിരിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ നിലപാടിൽ മലായിക്കത്തോട് പറയും. നല്ല മനുഷ്യനാണെങ്കിൽ അങ്ങനെയും പറയും. സമാധാനപരമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സ്വാഗതം ചെയ്ത് നല്ല രീതിയിൽ മരിപ്പിക്കുന്ന മലായിക്കത്ത് വന്ന് കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ആർക്കാം. അള്ളാഹു തആല വഹബിന് മുനബ്ബഹ് പറയുന്നു, യഖൂലു ലാ യഖ്ദിറു അലാ റിദല്ലാഹി ഇല്ലാ മൻ യഅലമു അന്നല്ലാഹ തആല യറാഹു അല ദവാബി. ഒരു മനുഷ്യനും എന്താവൂല, അള്ളാന്റെ പൊരുത്തം സമ്പാദിക്കാൻ കഴിയൂല. ആർക്കൊഴിച്ച് എന്നും അവൻ ഓർക്കേണ്ടതെന്താ? അള്ള അവനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ള അവനെ കാണുന്നുണ്ട്, എല്ലാപ്പോഴും അള്ള അവന്റെ കൂടെയുണ്ട്. അവന്റെ തെറ്റുകളും അവന്റെ ഗുണങ്ങളും ഏത് സമയത്തും എന്ന് പറയും. അള്ള കൂടെയുണ്ട് എന്നൊരു നിരീക്ഷണം അത് എപ്പോഴും വേണം. അള്ളാന്റെ മുറാഖബ ഇതുള്ളവർക്കേ അള്ളാന്റെ പൊരുത്തം സമ്പാദിക്കാൻ കഴിയൂന്ന്. എന്നിട്ട് ഷാരാനിമാൻ പറയുന്നതെല്ലാം പറഞ്ഞത് പൊരുത്തു ഞാൻ പറയുന്നു. എന്താ പറഞ്ഞത്? ഇതെല്ലാം ചിന്തിച്ചിട്ട് മഹാൻ പറയുന്നത് എന്താ? ഓരോ ശ്വാസങ്ങളോടുകൂടെയും അള്ള എന്നെ നിരീക്ഷിക്കുന്നു എന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കുവാൻ മനുഷ്യന്റെ കഴിവിൽ പെട്ടതല്ല, അത് കഴിയൂല എന്നാണ് ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്നു. തഹ്ഖീഖിന്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അങ്ങനെ കഴിയൂല. നമ്മൾ കീപ്പോട്ടും മേപ്പോട്ടും ശ്വാസം വലിക്കുന്നു വിടുന്നു, അപ്പോഴെല്ലാം അള്ള നമ്മളെ നിരീക്ഷിക്കുന്നില്ല. ബോധം നമുക്ക് ഉണ്ടാവണമെങ്കിൽ തന്നെ മനുഷ്യന് കഴിയൂല എന്നാണ്. മാഹുന അപ്പോൾ ഇവിടെ ഉള്ളത് എന്താന്ന് ആലോചിച്ച് നോക്കും മനുഷ്യ എന്നാണ് മഹാൻ പറഞ്ഞത്. മഹാൻ പറയുമായിരുന്നു, നാളെയും ഞാൻ ജീവിക്കുമെന്ന് ധരിക്കുന്ന മനുഷ്യൻ മരണത്തിന് വേണ്ടി അവൻ ഒരുങ്ങി തയ്യാറായിട്ടില്ല. അവൻ നാളെ ജീവിക്കാൻ ഒരുങ്ങി തയ്യാറാവുന്നുള്ളൂ, മരണത്തിന് വേണ്ടി അവൻ ഒരുങ്ങി തയ്യാറായിട്ടില്ല. സുഫിയാനി സൗരി തങ്ങൾ പറയുന്നു, ആരാധന കർമ്മങ്ങളൊക്കെ ഉണ്ടാവുക മരണത്തെ കുറിച്ച് ഓർക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ്. തെറ്റുകളോ മരണത്തെ കുറിച്ച് ഓർമ്മയില്ലാതെ മറന്നുപോയി. അപ്പൊ മരണം ഓർമ്മയില്ലെങ്കിൽ തെറ്റുകൾ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടേയിരിക്കും. മരണത്തെ ഓർക്കുന്നുണ്ടെങ്കിലോ നന്മ വർദ്ധിക്കുകയും ചെയ്യും എന്നാ പറഞ്ഞിട്ടാണ്. ഫഅലമിയാഹി അവസാനം ഷഹറാനിമാ നമ്മോട് പറഞ്ഞു, എന്റെ സഹോദര ഈ കാര്യത്തിൽ നീ അറിയേ, അലൈക്കാവിൽ വഹിദത്തി നീ ഒറ്റയ്ക്ക് ഏകനായിരിക്കുന്ന നിർബന്ധമാണ്. അള്ളാഹു തആലാനെ അറിഞ്ഞ് മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യുന്ന പണ്ഡിതന്മാർ, ഈ പ്രപഞ്ചത്തിനെല്ലാം വെടിഞ്ഞ് അള്ളാഹുവിലേക്ക് ജയിച്ചു ജീവിക്കാൻ തുനിഞ്ഞ സാഹിദീങ്ങള്, അള്ളാഹു ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയതായിരിക്കുന്ന ഇബാദികൾ, ഇത്തരം ആളുടെ സദസ്സുമായി ബന്ധപ്പെട്ട് ജീവിച്ചോ. എന്നെ സൂക്ഷിച്ചോ, അശ്രദ്ധവാന്മാരായി കളിച്ചു ഉല്ലസിച്ച് നടക്കുന്ന വഞ്ചകന്മാരായി ഈ ദുന്യാവിന്റെ പളപളപ്പിൽ ആഗ്രഹം ജീവിക്കുന്ന ആൾക്കാരുടെ സദസ്സുകൾ, അതിന് സൂക്ഷിച്ചോ. കാരണം എന്താ? ഇന്ന് മുഖാലത്വത്തും ഇത്തരം ആളുകളുമായുള്ള കൂട്ടുകെട്ടും കൂടിച്ചേരലുകളും
നിന്റെ ഹൃദയത്തിന്റെ മേൽ ചെയ്യുന്ന അക്രമമാണ്, പാപമാണ്. അന്ത്യനാളിന്റെ ദിനത്തിലുണ്ടാവുന്ന ഭീകരാന്തരീക്ഷങ്ങളുണ്ട്, ഭീകരാവസ്ഥകളുണ്ട്. അത് നേരെ കാണുക എന്നതിന് തൊട്ട് മറയായി മാറും. ഇത് അപകടമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഓർത്ത് ജീവിച്ചോ. ഈ കഥയോട് അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വാക്കോട് അവസാനിച്ചു അഖ്ലാഖ്. ഇനി തൊട്ടടുത്ത അഖ്ലാഖാണ് ഇൻഷാ അല്ലാഹ് പറയാനുള്ളത്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.